എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊഴിലന്വേഷിച്ച് പോകുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആളുകളെ കാണാം. പല വഴികളിൽ ഒരു വഴി, ധാരാളം വഴികൾ മുമ്പിലുണ്ട്. ഓരോരുത്തരും ഓരോരോ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് സ്വയമായിട്ട് ജോലി കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ വളരെയാണ്. ഒരനുഭവം പറയാം. ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ ജോലിക്ക് പോയ ഒരു യുവാവ് ഇവിടെ ജോലി കുറേ നാൾ ചെയ്തു. പിന്നെ ആ സ്ഥാപനത്തിൽ ജോലിയില്ലാതെ വന്ന് വീട്ടിൽ വന്നു. വളരെ പ്രാരാബ്ധമുള്ളൊരു കുടുംബം, വളരെ ചെറിയ ഒരു വീട്, കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. മറ്റ് കൃഷിയോ മറ്റു കാര്യങ്ങളോ ചെയ്ത് ഉപജീവനമാർഗം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണം. ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്, 12 സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ പരിചയമില്ല. പഠിച്ചു കഴിഞ്ഞ് നോർത്ത് ഇന്ത്യയിൽ പോയി അവിടെ കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണം എന്നോട് പറഞ്ഞു. ആ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലത്തിൽ ഞാൻ ആ യുവാവിനോട് പറഞ്ഞു, ഒരു റെസ്യൂമേ തയ്യാറാക്കി അതിൻ്റെ ഒരു 10-15 കോപ്പി എടുത്തിട്ട് അടുത്തുള്ള പട്ടണത്തിൽ ധാരാളം കടകളിൽ, സ്ഥാപനങ്ങളിൽ വേക്കൻസി എഴുതി വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. ബസ് ഇറങ്ങിയിട്ട് ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകാൻ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ പലയിടത്തും കടന്നു പോയപ്പോൾ കണ്ട പല സ്ഥാപനങ്ങളിൽ കയറി വേക്കൻസിയെക്കുറിച്ച് അന്വേഷിക്കുകയും സാധ്യതകൾ ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിടത്തൊക്കെ റെസ്യൂമേ അവിടെ കൊടുത്തിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു സ്ഥാപനത്തിൽ അവർ ചെറുപ്പക്കാരനെ അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ അവന് ജോലി കിട്ടി. നല്ല ഉത്സാഹിയായ ചെറുപ്പക്കാരൻ, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടെ ജോലി കൊടുത്തു. 4-5 വർഷം അവിടെ ജോലി ചെയ്തു. അവൻ്റെ ഉപജീവനമാർഗം കണ്ടെത്തി. വളരെ ഉത്സാഹിയായിരുന്നു. പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. ആ സ്ഥാപനത്തിലെ ഒരു പ്രൊഡക്റ്റുമായിട്ട് സമ്മാനമായിട്ട് കൊണ്ടുതന്നു. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് വീണ്ടും യുവാവിനെ കാണാനിടയായി. അവന് പഠിച്ചെടുത്ത കഴിവുകൾ ഉപയോഗിച്ച് പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണ്. ബാങ്കിൽ ലോണൊക്കെ എടുത്ത് കരസ്ഥമാക്കിയ പഠിച്ചെടുത്ത ആ തൊഴിൽ സ്വന്തമായിട്ട് ചെയ്ത് 2-3 ജോലിക്കാരെ വെച്ച് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരു സ്ഥാപനം തുടങ്ങി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, പ്രയാസപ്പെട്ട ജോലിയില്ല എന്ന് പറഞ്ഞത് ദുഃഖിച്ച് വീട്ടിൽ തന്നെ ഇരിക്കാതെ നമ്മൾ ഇറങ്ങി അന്വേഷിക്കുമ്പോൾ നമ്മളെ ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മളെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖല കണ്ടെത്താനും ജീവിതം കരിപ്പിടിപ്പിക്കാനും സാധിക്കും എന്നുള്ളതാണ്.